ഇന്നത്തെ എൻ്റെ റെസിപ്പി നെല്ലിക്ക കൊണ്ട് അച്ചാറാണ്. നെല്ലിക്ക അച്ചാറാണ്. അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ പോകാതെ എങ്ങനെ നമുക്ക് ഒരു അടിപൊളിയായിട്ട് അച്ചാറിടാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ട് 1 കിലോ നെല്ലിക്ക ആണ് എടുത്തത്. നമ്മുടെ സാധാരണ നെല്ലിക്കയിൽ നിന്നും വലിയ നെല്ലിക്ക ആയിരുന്നു. അപ്പോൾ ഞാൻ അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു തുണിയെടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് നെല്ലിക്ക അച്ചാറിട്ടത്. ഒട്ടും വെള്ളം പാടില്ല. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തത്. ഒരു നെല്ലിക്ക കട്ട് ചെയ്തപ്പോൾ ഇത്രയുമാണ് കിട്ടിയത്. ഞാൻ ആ നെല്ലിക്ക എല്ലാം ആ സൈസിൽ കട്ട് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ്, കായം, മുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെക്കണം. മുളക് പൊടി 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്കതിൽ കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. ഉലുവാപ്പൊടിയാണെന്നുണ്ടെങ്കിൽ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. മിക്സ് ചെയ്ത് കുറേ ടൈമൊന്നും വെക്കേണ്ട ഒരാവശ്യമില്ല. എന്നിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ഈ നെല്ലിക്കയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇത് ഒന്നുകൂടെ നല്ല മിക്സ് ചെയ്യണം. നമുക്കിതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ അച്ചാറിടാം. കുറേ നേരം വെക്കേണ്ട ഒരാവശ്യമില്ല. ഞാനിവിടെ അച്ചാറിടാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരു 100 ഗ്രാം നല്ലെണ്ണ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ആവശ്യമായ കടുകും കരിയാപ്പലയും ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടത് നല്ല മൂത്ത് വരണം. ഇഞ്ചിയാണ് ഞങ്ങൾ ഇവിടെ കുറച്ചാണ് ഉപയോഗിക്കുന്നത്. ഒത്തിരി ഇഞ്ചി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വെളുത്തുള്ളി നല്ല മൂത്ത് വരുമ്പോൾ നമ്മളുടെ ഈ നെല്ലിക്കയുടെ കൂട്ട് ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ല അത് മിക്സ് ചെയ്യണം. നല്ല ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. നമ്മൾ ഈ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെല്ലിക്ക എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ്. ഈ ചില ആൾക്കാർ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ നെല്ലിക്കയാണ് സ്റ്റീം ചെയ്യും. ഇല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ നെല്ലിക്ക എടുത്ത് അച്ചാറിടും. പക്ഷേ അതിൻ്റെ വൈറ്റമിൻസ് എല്ലാം അപ്പോഴേ പോകും. ഇതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ അച്ചാറിടുമ്പോൾ ഇതിൻ്റെ വൈറ്റമിൻസ് ഒന്നും പോകാതെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയിൽ കടുക് വറുത്ത ആ എണ്ണയിലിടുമ്പോൾ തന്നെ ഈ നെല്ലിക്ക ഒരു ഹാഫ് വെന്തിരിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ബോട്ടിലിൽ എടുത്ത് 2 ദിവസം കഴിയുമ്പോഴത്തേന് അച്ചാർ സെറ്റാകും. എല്ലാവരും നെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.